2027 ജൂലൈ 7 പുലർച്ചെ കൃത്യം 2 മണി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലെ ഇരുണ്ട കടൽ തിരമാലകൾക്കിടയിലൂടെ ഖത്തറിൻ്റെ ഒരു ഭീമം LNG ടാങ്കർ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അൽ റഖായത്ത് എന്നാണ് ആ ടാങ്കറിൻ്റെ പേര്. പതുക്കെ കപ്പൽ മുന്നോട്ട് പോവുകയാണ്. സമാധാന ചർച്ചകൾ തുടങ്ങിയതിന് ശേഷം കപ്പലുകൾ വളരെ ഭയത്തോടെ ഉപയോഗിച്ച് തുടങ്ങിയ ഒമാൻ തീരത്തെ പുതിയ റൂട്ടിലാണ് ഈ LNG ടാങ്കർ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരു മിസൈൽ പാഞ്ഞു വരുന്നു. കപ്പലിൻ്റെ ഇടത് ഭാഗത്ത് ഹിറ്റ് ചെയ്യുന്നു. കപ്പലിലാകെ തീ പിടിക്കുന്നു. മിനിറ്റുകൾക്കകം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലുള്ള മറ്റ് 2 വാണിജ്യ കപ്പലുകൾക്ക്, ഓയിൽ ടാങ്കറുകൾക്ക് ഇതേമാതിരിയുള്ള മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു. കപ്പലുള്ളവർക്ക് ആർക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാവുന്ന പോലുമില്ല. ഒരൊറ്റ രാത്രി 3 കപ്പലുകൾ ലോകത്ത് ഏറ്റവും വലിയ ഊർജ്ജ യുദ്ധത്തിൻ്റെ 2ാം അംഗത്തിന് തുടക്കമാകണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ. എന്ത് ചെയ്യണം? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു? ബ്രേക്കിംഗ് ന്യൂസുകൾ നിങ്ങളോട് പറയാത്ത ഒരു കാര്യമുണ്ട്. ഈ ആക്രമണങ്ങളൊന്നും യാദൃശ്ചികമല്ല, കൃത്യമായ പ്ലാനിങ്ങോടെ അറ്റാക്ക് ചെയ്തിരിക്കുന്നതാണ്. കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ടൈം ബോംബിൻ്റെ മുകളിലാണ് ഇറാൻ ഇരിക്കുന്നത്. അവർക്ക് മുന്നിലുള്ള ഏക പിടിവള്ളി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ആണ്. ആ കഥയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 2026 ഫെബ്രുവരിക്ക് മുൻപ് ലോകം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ലോകം അക്ഷരാർത്ഥത്തിൽ എണ്ണയിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക പ്രതിനിധം 14 മില്യൺ ബാരൽ എണ്ണയാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ബ്രസീൽ, ഗയാന, കാനഡ എന്നിവരും ഈ ഉൽപ്പാദനം വളരെയധികം കൂട്ടിയിരുന്നു. വർഷങ്ങളായി വരുത്തിയിരുന്ന ഉൽപ്പാദന നിയന്ത്രണങ്ങൾക്ക് OPEC രാജ്യങ്ങളും പിൻവലിച്ചു തുടങ്ങി. ഫലം എന്താണ്? ലോകത്തിൽ ആവശ്യത്തിലധികം എണ്ണ ഫ്രീ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. റഷ്യയിലെ എണ്ണ ആരും വാങ്ങിയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. വരും വർഷങ്ങളിൽ ക്രൂഡിൻ്റെ ഓയിൽ വില ബാരലിന് $50 വരുമെന്ന് ഗോൾഡ്മാൻ സാക്സ് മുന്നറിയിപ്പ് നൽകുന്നു. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഇതോടെ ഭയന്നു. കാരണം അവരുടെ ബഡ്ജറ്റ് ഒരു മെയിൻ്റനൻസിൽ പോകണം എന്നുണ്ടെങ്കിൽ എണ്ണ വില മിനിമം ഒരു $90 നിൽക്കണമായിരുന്നു. കൂട്ടായ്മയിലെ തർക്കങ്ങളെ കാരണം UAE OPEC-ൽ നിന്നും പുറത്തു പോകുന്നു. അങ്ങനെ എണ്ണ വിപണി ആകെ തകർച്ചയുടെ വക്കി നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2026 ഫെബ്രുവരി 27 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാൻ്റെ നേരെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറാന് നേരെ ഒറ്റ ദിവസം കൊണ്ട് ഏതാണ്ട് 1000-ഓളം മിസൈലുകളാണ് ഇവർ രണ്ടുപേരും ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇറാൻ്റെ മിസൈൽ കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളും എല്ലാം നിരത്തി തകർക്കപ്പെടുന്നു. ആദ്യത്തെ ആക്രമണത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവായ അലി ഖമേനിയും പിന്നീട് IRGC കമാൻഡറും ഒക്കെ കൊല്ലപ്പെടുന്നു. ഇറാൻ മിണ്ടാതിരിക്കുന്നില്ല. അവർ പ്രതികരിക്കുന്നു. ഇസ്രായേൽ നഗരങ്ങളിലേക്കും ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും ഇറാൻ ഡ്രോണുകളും മിസൈലുകളും അയക്കുന്നു. കംപ്ലീറ്റ്ലി ഒരു കോൺഫ്ലിക്റ്റ് സോണാണ്. അതിനുശേഷമാണ് ലോകത്തിന് ഞെട്ടിച്ച ആ പ്രഖ്യാപനം ഇറാൻ നടത്തിയത്. ഇറാൻ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അടച്ചു പൂട്ടുന്നു. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നു. ഈ യുദ്ധം തുടങ്ങുന്നതിന് ഏതാണ്ട് 8 മാസം മുൻപ് ഇറാൻ എങ്ങനെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന് വെപ്പണൈസ് ചെയ്യുമെന്നുള്ളത്. ലോകത്തിൽ 20% എണ്ണയും ഗ്യാസും കടന്നു പോകുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലൂടെ പ്രതിദിനം 140 കപ്പലുകൾ പോയിരുന്ന സ്ഥാനത്ത് ഈ ബ്ലോക്കേജിന് ശേഷം 2 കപ്പലൊക്കെയാണ് പോകാൻ തുടങ്ങിയത്. 1973 അറബ് എണ്ണ ഉപരോധത്തിനേക്കാൾ 3 ഇരട്ടി വലിയ ഇമ്പാക്റ്റാണ് വേൾഡ് എക്കണോമിയിൽ ഈ ഒരു ബ്ലോക്കേഡിനുണ്ടായത്. ഒറ്റ ദിവസം കൊണ്ട് എണ്ണ വില $80 ആഴ്ചയ്ക്കുള്ളിൽ അത് ഏതാണ്ട് $110 ആവുന്നു. ഖത്തറിൻ്റെ ഗ്യാസ് ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥ ആകെ റിസഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നു. വിമാന സർവീസുകൾ റദ്ദാക്കുന്നു, കമ്പനികൾ പൂട്ടുന്നു, എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു. മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഉൽപ്പാദനത്തിൽ പ്രതിദിനം ഏതാണ്ട് 13 മില്യൺ ബാരലിൻ്റെ കുറവാണ് ഉണ്ടായത്. അതായത് ഇറാൻ ഒറ്റയടിക്ക് ലോകത്തിലുള്ള എണ്ണ സപ്ലൈയുടെ 10% ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. പക്ഷേ യുദ്ധം ഒരുപാട് നാൾ പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ 2026 മെയ് മാസത്തോടെ ഖത്തറിൻ്റെയും പാകിസ്ഥാൻ്റെയും മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള രഹസ്യ ചർച്ചകളൊക്കെ ആരംഭിക്കുന്നു. ജൂൺ 17 അവർ ഇസ്ലാമാബാദ് മെമ്മോറണ്ടം എന്ന പേരിൽ ഒരു സമാധാന കരാറിൽ ഇവർ 2 പാർട്ടികൾ അമേരിക്കയും ഇറാനും ഒപ്പുവയ്ക്കുന്നു. കരാർ പ്രകാരം ഇറാൻ കടലെടുക്കലെ ആക്രമണങ്ങൾ നിർത്തണം, പകരം ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി പുനരാരംഭിക്കാനായിട്ട് അമേരിക്ക സമ്മതിക്കും. ഇതായിരുന്നു ഡീൽ. അങ്ങനെ ജൂലൈ തുടക്കത്തോടെ കപ്പൽ ഗതാഗതം വീണ്ടും നോർമൽ ലെസ്സിലൊഴിക്കും മടങ്ങി തുടങ്ങി. പക്ഷേ അതോടെയാണ് ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കാര്യം എണ്ണ കുറയുമെന്നുള്ളതല്ല, ഇത്ര കാലം ഈ വരാതിരുന്ന എണ്ണ എല്ലാം കൂട്ടി നീക്കുകയാണ്. ആവശ്യത്തിലധികം എണ്ണ വിപണിയിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ളൊരു ഭയം
വിപണിയെ അഫക്റ്റ് ചെയ്തു. ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ശരിക്കും ഇതാണ്. കടലിടുക്ക് അടഞ്ഞു കിടന്ന മാസങ്ങളിൽ ഇറാഖ്, കുവൈറ്റ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ കോടിക്കണക്കിന് ബാരൽ എണ്ണയാണ് വിറ്റുപോകാതെ കെട്ടിക്കിടന്നത്. അവിടെയുള്ള ഐലൻഡുകളിലൊക്കെയാണ് ഇവർ സൂക്ഷിച്ചിരുന്നത്. അമേരിക്കയും ബ്രസീലും കാനഡയും എല്ലാം അവരുടെ എണ്ണ കറക്റ്റായിട്ട് വിപണിയിലെത്തിച്ചിരുന്നു. വെനുൻസിലയിലുള്ള എണ്ണ വന്നു എഴുതുന്നുണ്ടായിരുന്നു മാർക്കറ്റിൽ. ഇടയ്ക്ക് അമേരിക്ക വെനുൻസിലയിലായിട്ട് ഒരു ഇത് നടത്തിയല്ലോ. അപ്പോൾ കടലിടുക്ക് വീണ്ടും തുറക്കുമ്പോൾ കെട്ടിക്കിടക്കുന്ന 90 മില്യൺ ബാരലധികം എണ്ണ ഒറ്റ അടിക്ക് മലവെള്ളം പോലെ മാർക്കറ്റിലേക്ക് വരുവാണ്. പോരെങ്കിലും ഉയർന്ന വില കാരണം ലോകരാജ്യങ്ങളിൽ പല ആൾക്കാരും ഇത് സ്ട്രാറ്റജിക്കായിട്ട് റിസർവ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കും വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. സോ എണ്ണയുടെ ആവശ്യകത കുറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. വരും വർഷങ്ങളിൽ എണ്ണ $50 താഴുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. ഇത് സംഭവിച്ചാൽ സൗദി അറേബ്യ, മിഡിൽ ഈസ്റ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നമാവും. ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇറാനെയാണ്. എങ്ങനെയെങ്കിലും തിരിച്ച് വീണ്ടും ബാക്ക് ടു നോർമൽ ആകുമ്പോൾ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള അവസ്ഥയാണ്. കടലിലൂടെ എണ്ണ സുഗമമായി ഒഴുകി തുടങ്ങിയാൽ വില ഇടിഞ്ഞാൽ ഇറാൻ പട്ടിണിയിലാവും. ഇതാണ് ഇറാൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറാൻ കണ്ടെത്തിയത് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഈ കടലിടുക്ക് എപ്പോഴും അപകടം നിറഞ്ഞതാണെന്ന് ലോകത്തിനൊരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക. വലിയൊരു യുദ്ധമൊന്നും ഉണ്ടാവണ്ട, എന്നാൽ കപ്പലുകൾ വരാൻ ഭയക്കുന്ന രീതിയിൽ ഒരു ഭീതി നിലനിർത്തുക. എങ്കിൽ മാത്രമേ എണ്ണ വില താഴാതെ നിൽക്കുകയുള്ളൂ. കാര്യം 140 കപ്പലുകൾ വരികയും പോവുകയും ചെയ്തു കഴിഞ്ഞാൽ എണ്ണ വിലയ്ക്ക് ഒരു ഇത് ചേഞ്ചും ഉണ്ടാവില്ല. സപ്ലൈ കൂടുമ്പോഴത്തേക്കും വില കുറയത്തേ ഉള്ളൂ. ഇതിൻ്റെ ഫലമായിട്ടാണ് കൃത്യമായ പ്ലാനോടെ അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നത്. ജൂലൈ 6-7 തീയതികൾ നടന്ന ആക്രമണങ്ങൾ ഈ കണ്ണിലൂടെ ഒന്ന് നോക്കി നോക്കണം. അന്ന് കൊല്ലപ്പെട്ട മുൻ നേതാവ് ഖമേനിയുടെ വിലാപയാത്രയായിരുന്നു. പുതിയ നേതാവായി വന്ന മുജ്തബ ഖമേനി തൻ്റെ ജനങ്ങൾക്ക് മുന്നിൽ തൻ്റെ ശക്തി ഒന്ന് തെളിയിക്കണമല്ലോ. സമാധാന കരാറിൻ്റെ കാലാവധിയും അന്ന് തന്നെ തീരുമാനം. കാരണം ആ കരാറൊക്കെ ഒരാഴ്ച 2 ആഴ്ചത്തേക്കൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായ പ്ലാനോടെ ഇറാൻ ആ മിസൈലുകൾക്ക് നേരെ ഒരു അറ്റാക്ക് നടത്തുന്നു. അവർ ആകെ ചെയ്തത് കപ്പലുകൾക്ക് കേടുപാടുകൾ വരുത്തുക മാത്രമാണ്. ആരെയും കൊല്ലാനൊന്നും ഉദ്ദേശമില്ല. കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കുക. അതായത് അങ്ങനെ ഇങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, നമ്മളിവിടെ ചിലപ്പോൾ മിസൈൽ വിടും, മിസൈൽ നിങ്ങളെ കപ്പലിൽ കൊള്ളും, വരുന്നവരൊക്കെ സൂക്ഷിച്ച് വരണം എന്നുള്ളൊരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ അമേരിക്ക എന്ത് ചെയ്തു? ഇറാൻ്റെ എണ്ണ ലൈസൻസ് റദ്ദാക്കി ഇറാനിലോട്ട് അറ്റാക്ക് നടത്തി. അതിന് പകരമായി ഇറാൻ ബഹ്റിനെയും കുവൈറ്റുകളെയും 80ഓളം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുന്നു. സമാധാന കരാർ ആകെ ത്രാസിലെത്തുന്ന ഒരവസ്ഥയിലായി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് പൂർണ്ണമായും അടച്ചിട്ടില്ല. തങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിക്കുന്ന കപ്പലുകൾ മാത്രമേ ആക്രമിക്കൂ എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് ലോകവിപണിയിൽ എണ്ണ അങ്ങനെ ഒന്നും താഴണ്ട, ഇറാൻ ബോധപൂർവം നടത്തുന്ന ഒരു കൺട്രോൾഡ് കയോസ് എന്നൊക്കെ പറയും. അതായത് ഇവിടെ ഒരു കയോസ് സിറ്റുവേഷനാണ്, ബട്ട് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ അസ്. ഞങ്ങളാണത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയിലാണ്. 2026 ജൂലൈ 8 നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഭാഗികമായി തുറന്നിരിക്കുന്നു, എന്നാൽ ചില സ്ഥലങ്ങളിൽ അറ്റാക്കുണ്ട്. സമാധാന ചർച്ചകൾ തടസ്സപ്പെട്ടിരിക്കുന്നു, എന്നാൽ പൂർണ്ണമായും നിൽക്കുന്നില്ല. അങ്ങനെ ജൂലൈ 11 അടുത്ത സമാധാന ചർച്ചകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ലോകവിപണി ഇപ്പോൾ 2 ശക്തികൾക്കിടയിൽ, ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ കംപ്ലീറ്റ്ലി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ വില കൂടുമെന്ന ഭയം, മറുവശത്ത് കെട്ടിക്കിടക്കുന്ന എണ്ണ പുറത്തു വന്നു കഴിഞ്ഞാൽ വില ഇടിയുമെന്ന യാഥാർത്ഥ്യം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ലോകത്തിലുള്ള എക്കണോമികളെ ഇപ്പോൾ അഫക്റ്റ് ചെയ്യുകയാണ്. ഈ ഓയിൽ ഫ്യൂച്ചറുകളൊക്കെ ഉണ്ടോ, ഈ മുന്നേ ഉള്ള വില നോക്കിയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം ഈ യുദ്ധത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കടലിടുക്കിൽ ഇരുട്ടിൽ പാഞ്ഞു കിടക്കുന്ന മിസൈലുകളാണ് ലോക ജനതയുടെ മൊത്തത്തിലുള്ള ജീവിതത്തിന് തീരുമാനിക്കുന്നത്. സാമ്പത്തികമായി തകർന്ന, രാഷ്ട്രീയമായി മാറിയ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ കയ്യിലെ അവസാനത്തെ തുറുപ്പ് ചീട്ടാണ് ഈ കടലിടുക്ക്. ലോകത്തിലെ എല്ലാ കപ്പൽ ക്യാപ്റ്റന്മാരെയും രാത്രി ഭയത്തോടെ ഉണർന്നിരിക്കാൻ കഴിയുമെന്നും അവരെ കൊണ്ട് സാധിക്കണമെന്നും ഇറാൻ വിളിച്ചു പറയുകയാണ്. ഇതവരുടെ ബലഹീനതയാണോ എന്ന് ചോദിച്ചാൽ ഒരു അല്പം ബലഹീനതയാണ്, എന്നാൽ അവരുടെ ശക്തിയുമാണ്. ഈ ഒരു പാതയെ ലോകം ആശ്രയിക്കുന്നത് വരെ ഇറാൻ ഈ കളി തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗെയിം ഓഫ് പ്ലേ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കറൻ്റ്ലി ഉള്ള ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ ഒരു ശരിക്കുള്ള ഡീറ്റെയിൽ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും.